ഹായ് ഓൾ, വെൽക്കം ടു വൺ ഷോട്ട് ക്വസ്റ്റ്യൻ സീരീസ്. നമ്മൾ S3 മാത്സിന്റെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 3 എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മൾ 3 മോഡ്യൂൾസ് ഡിസ്കസ് ചെയ്തു. ഇത് നമ്മുടെ 4ാമത്തെ മോഡ്യൂളാണ്, ലാസ്റ്റ് മോഡ്യൂളാണ്. സോ 4ാമത്തെ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന മീൻസ് 4ാമത്തെ മോഡ്യൂൾ പറയുന്ന മേജർ ആയിട്ടുള്ളൊരു 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് ലോറൻസ് സീരീസും മറ്റൊന്ന് കോണ്ടൂർ ഇന്റഗ്രേഷനുമാണ്. ഓക്കെ, ലോറൻസ് സീരീസും കോണ്ടൂർ ഇന്റഗ്രേഷനും. അതേപോലെ തന്നെ അതിന് പുറമെ അതിനകത്തുള്ള ഒരു ടോപ്പിക്കാണ് ടൈലർ സീരീസ്, ലോറൻസ് സീരീസ്, അതേപോലെ തന്നെ കോണ്ടൂർ ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ടൈലർ സീരീസ് എന്താണ്? ടൈലർ സീരീസ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സ്പെസിഫൈഡ് ഒരു ഫംഗ്ഷൻ എൻ്റെ കയ്യിലുണ്ട്. എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, സൈൻ ഇസെഡ്, കോസ് ഇസെഡ്, ഇ റൈസ് ടു ഇസെഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പെസിഫൈഡ് ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ എനിക്ക് ഇൻഫിനിറ്റ് സീരീസിന്റെ അല്ലെങ്കിൽ പവർ സീരീസിന്റെ എക്സ്പാൻഷൻ എന്ന രൂപത്തിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും. പവർ സീരീസിന്റെ അഥവാ ഇൻഫിനിറ്റ് സീരീസിന്റെ എക്സ്പാൻഷൻ രൂപത്തിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും. ഇത് രണ്ടുമാണ്, ഈ ഒരു കാര്യമാണ് ബേസിക്കലി ടൈലർ സീരീസിലും ലോറൻസ് സീരീസിലും പറയുന്നത്. ടൈലർ സീരീസിൽ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടാണ്, ലോറൻസ് സീരീസിൽ പക്ഷേ ബൈനോമിയൽ എക്സ്പാൻഷനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? സോ ടൈലർ സീരീസ് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്, ലോറൻസ് സീരീസ് അതുപോലെയാണ്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് കോണ്ടൂർ ഇന്റഗ്രേഷൻ. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ജസ്റ്റ് ഒരു സിലബസിന്റെ ഒരു ബ്രീഫിനെ കുറിച്ച് പറയാൻ നോക്കാം. സിലബസ് പറയുന്നത് ടൈലർ സീരീസ്, മാക്ലോറിയൻ സീരീസ്, ലോറൻസ് സീരീസ്. നൗ സിംഗുലാരിറ്റീസ്, സീറോസ്, പോൾസ്, റിമൂവബിൾ സിംഗുലാരിറ്റി, അനലിറ്റിക് ഫംഗ്ഷൻ ഓഫ് പോൾസ്, ഫോർമുലാസ് ഫോർ റെസിഡ്യൂസ്. റെസിഡ്യൂ എന്താണ് എന്നതിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, പിന്നെ റെസിഡ്യൂ തിയറം എന്താണ്, പിന്നെയാണ് റെസിഡ്യൂ ഇന്റഗ്രേഷൻ വരുന്നത്. റെസിഡ്യൂ ഇന്റഗ്രേഷൻ വരുന്നത് ഇന്റഗ്രൽസ് ഓഫ് ദ റേഷണൽ ഫംഗ്ഷൻ ഓഫ് ടൈപ്പ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ. സോ ഇങ്ങനെ വരുന്ന ഇത്രയുമാണ് അതിന്റെ സിലബസ് വരുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പിക്ക് വരുന്ന കാര്യങ്ങളൊന്ന് ടൈലർ സീരീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ടൈലർ സീരീസിന്റെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഫോമാണ് മാക്ലോറിയൻ സീരീസ്. അതേപോലെ തന്നെയാണ് ലോറൻസ് സീരീസ്. പിന്നെ വരുന്ന കാര്യം എന്താ പറഞ്ഞത്? പോൾസ് എന്ന് പറയുന്നത് തന്നെയാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. പിന്നെ പറഞ്ഞ കാര്യം എന്തായിരുന്നു? പോൾസ്. അത് കഴിഞ്ഞ ശേഷം റെസിഡ്യൂ എന്താണ്? റെസിഡ്യൂ എന്ന് പറയുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. റെസിഡ്യൂ എന്താണ്? റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഏതെല്ലാം ഫോർമുലാസ് ഉണ്ട്? റെസിഡ്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കോഷീസ് റെസിഡ്യൂ തിയറം അനുസരിച്ച് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു ഇന്റഗ്രൽ വാല്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോഷീസ് റെസിഡ്യൂ തിയറം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയാണ് ബേസിക്കലി. പിന്നെ കോണ്ടൂർ ഇന്റഗ്രേഷൻ ടൈപ്പ് എന്താണ്? അത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുന്ന പല ടൈപ്പ് ഫംഗ്ഷൻ വരുന്ന കേസും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ആൾറെഡി ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ട്രിഗണോമെട്രിക് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് അതിന്റെ കോണ്ടൂർ ഇന്റഗ്രേഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടതെന്നും അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ അല്ലേ? സോ ഇത് ഒരു ബ്രീഫ് ഡിസ്കഷൻ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ എക്സ്പാൻഷനായിട്ട് ഫുൾ അതിന്റെ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റിനെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്പിൽ അതിന്റെ ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. കംപ്ലീറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ ക്ലാസ്സസ് അതിനകത്ത് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ ടോപ്പിക്സും അതിനകത്ത് കവർ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഈ മോഡ്യൂളിന്റെ ടോപ്പിക്കിലേക്ക് കടക്കാം. മോഡ്യൂളിന്റെ ടോപ്പിക്കിൽ ആദ്യം പറയുന്നത് ടൈലർ സീരീസ് ആണ്. ടൈലർ സീരീസ് ഒരു സ്പെസിഫൈഡ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്പെസിഫൈഡ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നത്. ആ ഇക്വേഷൻ എന്താണെന്നാണ് പറയുന്നത്. അതായത് എഫ് ഓഫ് ഇസഡ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. ദെൻ പിന്നെന്താ പറയുന്നത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ അല്ലേ? ഇതാണ് ടൈലർ സീരീസിന്റെ ഒരു സ്പെസിഫൈഡ് എക്സ്പാൻഷൻ. അതായത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z എന്ന് വന്നു കഴിഞ്ഞാൽ അതിലൊരു സ്പെസിഫൈഡ് പോയിന്റിൽ ആണ് ടൈലർ സീരീസ് എക്സ്പാൻഡ് ചെയ്യാൻ പറയുക. അത് ക്വസ്റ്റ്യനിൽ തന്നെ പറയും. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z അറ്റ് ഇസഡ് ഈക്വൽ ടു 2 എന്നൊരു സ്പെസിഫൈഡ് പോയിന്റിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഫ് ഓഫ് ഇസഡ് എടുക്കുക, എഫ് ഡാഷ് ഓഫ് ഇസഡ് കാണുക, എഫ് ഡബിൾ ഡാഷ് കാണുക, ട്രിപ്പിൾ ഡാഷ് കാണുക, അത്ര തവണ ഡെറിവേറ്റീവ് 2-3 തവണ ഡെറിവേറ്റീവ് എടുക്കുക, ബാക്കി എക്സെട്ര എന്ന് പറഞ്ഞിട്ടാൽ മതി. എന്നിട്ട് Z0 പോയിന്റിൽ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക.
ഓക്കെ, Z0 എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ 2 എന്ന് പറയുന്ന പോയിന്റ്. അതിനനുസരിച്ചുള്ള എക്സ്പാൻഷൻ ഒക്കെ. ഇനി മെക്ലോറിൻ സീരീസ്, ഇതിന്റെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഫോമാണ് മെക്ലോറിൻ സീരീസ്. അതെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ f of z equal to f of 0 plus f dash of 0 divided by 1 factorial into z, f double dash of 0 divided by 2 factorial into z square etc. എന്താണ് ഇവിടെ വന്ന മാറ്റം? ടെയ്ലർ സീരീസിന്റെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഫോമാണ് മെക്ലോറിൻ സീരീസ്. പക്ഷേ ഇവിടെ Z0 എന്ന് പറയുന്നത് ഡിഫോൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ടെയ്ലർ സീരീസിന്റെ Z0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളിത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറി? മെക്ലോറിയൻ സീരീസ് ആയി മാറി. ഓക്കെ അല്ലേ? അതായത് ഡിഫോൾട്ട് മെക്ലോറിയൻ സീരീസ് എക്സ്പാൻഷൻ ഞാൻ ഒരു സ്പെസിഫൈഡ് പോയിന്റ് എന്ന് നമുക്ക് അവിടെ പറയേണ്ട കാര്യമില്ല. ആ സ്പെസിഫൈഡ് പോയിന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. ആ സ്പെസിഫൈഡ് പോയിന്റ് തന്നെയാണ് 0. Z0 ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ടെയ്ലർ സീരീസിന്റെ എക്സ്പാൻഷനെ പറയുന്ന പേരാണ് മെക്ലോറിയൻ സീരീസ്. അത്രേ ഉള്ളൂ. അതായത് ഈ ഇക്വേഷനിൽ Z0 എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഞാൻ 0 കൊടുത്തു. അപ്പോഴേക്കും എന്തായി മാറി? മെക്ലോറിയൻ സീരീസ് ആയി മാറി. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ടെയ്ലർ സീരീസിന്റെ ഒരു ആൾട്ടർനേറ്റീവ് വെർഷനാണ് മെക്ലോറിൻ സീരീസ്. പിന്നെ വരുന്ന ടോപ്പിക് ആയിരുന്നു ലോറൻസ് സീരീസ്. ലോറൻസ് സീരീസ് ഒരു സ്പെസിഫൈഡ് റീജിയൻ ഓഫ് വാലിഡിറ്റി അനുസരിച്ചാണ് ലോറൻസ് സീരീസ് വരുന്നത്. ലോറൻസ് സീരീസിന്റെ എക്സ്പാൻഷന് വേണ്ടി ബൈനോമിയൽ സീരീസ് എക്സ്പാൻഷൻസ് അറിഞ്ഞിരിക്കണം. നമുക്ക് ചെയ്യാം. ബൈനോമിയൽ സീരീസ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെ പഠിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡ്യൂസ് ആണ്. റെസിഡ്യൂ പോൾ, ഒരു സ്പെസിഫൈഡ് പോളിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പോളിനനുസരിച്ച് വരുന്ന ആ പോയിന്റ്, ഒരു സ്പെസിഫൈഡ് പോളിനനുസരിച്ച് വരുന്ന ഫംഗ്ഷന്റെ വാല്യൂവിനെ പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിഡ്യൂസ് എന്ന് പറയുന്നത്. റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പല ടൈപ്പ് ഫോർമുലാസും ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പല ടൈപ്പ് ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെയായിരുന്നു? സിമ്പിൾ പോളാണ് വരുന്നതെങ്കിൽ ലിമിറ്റ് z ടെൻസ് ടു a z മൈനസ് a ഇൻറ്റു f of z എന്നായിരുന്നു. ഓക്കെ, റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു a എന്ന് പറയുന്നത് ഇത് സിമ്പിൾ പോൾ ആണെങ്കിൽ. ഇനി റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു a എന്ന് പറയുന്നത് ലിമിറ്റ് z ടെൻസ് ടു a 1/m minus 1 factorial എന്താ വന്നിരിക്കുന്നത്? d raised to m minus 1 by d z raised to m minus 1 z minus a whole power m f of z. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ z ഈക്വൽ ടു a is a pole of order m എന്ന് പറഞ്ഞു വരേണ്ടി വരും. z ഈക്വൽ ടു a is a pole of order m എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ഈ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക്കലി ഇത് രണ്ടുമാണ് ബേസിക്കലി ഏറ്റവും അധികവും നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടി വരുന്ന ഫോർമുലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടൈലർ സീരീസിന്റെ കേസാണ്, ഇത് മെക്ലോറിയൻ സീരീസിന്റെ കേസാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ലോറൻസ് സീരീസിന്റെ എക്സ്പാൻഷന് വേണ്ടി നമുക്കൊരു റീജിയൻ ഓഫ് വാലിഡിറ്റി അനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഈ ഒരു സെഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ബേസിക്കലി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് കളക്ഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ സെഷനിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ടൈലർ സീരീസ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് f of z ഈക്വൽ ടു -2z plus 3 ഡിവൈഡഡ് ബൈ z സ്ക്വയർ -3z plus 2. ഇവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ f of z തന്നിട്ടുണ്ട്. f of z ഈക്വൽ ടു 3 - 2z രണ്ടും ഒന്ന് തന്നെയാണ്. ഡിവൈഡഡ് ബൈ z സ്ക്വയർ -3z plus 2. അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എനിക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. z സ്ക്വയർ -3z plus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? z minus 1 into z minus 2. കറക്റ്റ് അല്ലേ? z minus 1 into z minus 2 ആണ് z സ്ക്വയർ -3z plus 2 എന്ന് പറയുന്ന ആ ടേം വരുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമിനെ ഈ ഒരു ഓവറോൾ f of z എന്ന് പറയുന്ന ടേമിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. പാർഷ്യൽ ഫ്രാക്ഷൻ എന്തായിരുന്നു? പാർഷ്യൽ ഫ്രാക്ഷൻ ഈ രീതിയിൽ a ഡിവൈഡഡ് ബൈ z മൈനസ് 2 പ്ലസ് b ഡിവൈഡഡ് ബൈ z മൈനസ് 3. എന്നിട്ട് എന്ത് ചെയ്യണം? എയും ബിയും കണ്ടുപിടിക്കണം. എയും ബിയും നമ്മൾ കണ്ടുപിടിക്കും. എയും ബിയും കണ്ടുപിടിക്കാൻ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എങ്ങനെയാണോ ആ രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? എയും ബിയും കണ്ടുപിടിക്കും. എയും ബിയും കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? റീജിയൻ ഓഫ് വാലിഡിറ്റി നോക്കുക. എന്താണ് റീജിയൻ ഓഫ് വാലിഡിറ്റി എന്ന് പറയുന്നത്? 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2. ആ കേസിൽ എങ്ങനെയാണ് വരുന്നത്? അതിനുവേണ്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോൾസ് z ഈക്വൽ ടു 1 എന്ന് പറയുന്നതും z ഈക്വൽ ടു 2, അങ്ങനെ രണ്ട് പോൾസ് ഉണ്ട്. z ഈക്വൽ ടു 1 ഉം z ഈക്വൽ ടു 2. b ഡിവൈഡഡ് ബൈ z മൈനസ് 1 ആണ്.
ഇസഡ് ഈക്വൽ ടു 1ഉം ഇസഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോൾ. അങ്ങനെ രണ്ട് പോൾസ് ഉണ്ട്. ആ രണ്ട് പോൾസും ഈ തന്നിരിക്കുന്ന റീജിയന് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് നോക്കുക. അതായത് ഈ 1 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഈ മോഡ് ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ്, പക്ഷെ 2നേക്കാൾ എന്താണ്? ചെറുതാണ്. 1നും 2നും ഇടയിലാണ്. അതാണല്ലോ അതിന്റെ മീനിങ്. 1നേക്കാളും വലുതും പക്ഷെ 2നേക്കാളും ചെറുതും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ റീജിയനകത്ത് ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ച് ഈ ടേമിന് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ബൈനോമിയൽ സീരീസ് എക്സ്പാൻഷനിലേക്ക് പോകണം. ബൈനോമിയൽ സീരീസ് എക്സ്പാൻഷൻ എന്തൊക്കെയായിരുന്നു? 1 plus x the whole raised to 1 plus x the whole raised to minus 1 equal to 1 minus x plus x square minus x cube etc. എന്നായിരുന്നു. അതേപോലെ തന്നെയാണ് 1 minus x the whole raised to minus 1 equal to 1 plus x plus x square etc. ഈ രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. വളരെ സിമ്പിളാണ്, ഈ ചാപ്റ്ററും വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ വേണ്ടത്. അതിന്റെ സിംപ്ലിഫിക്കേഷൻ, റീജിയൻ ഓഫ് വാലിഡിറ്റി അനുസരിച്ച് ഈ ടേമിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് വളരെ പ്രധാനം. ആ ഒരു ടേമിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? എക്സ്പാൻഷൻ വേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? ടൈലർ സീരീസിന് ഫോർമുല ഉണ്ടെന്ന് പറഞ്ഞു, മെക്ലോറിയൻ സീരീസിന് ഫോർമുലയുണ്ട്. ലോറൻസ് സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്ത് അതിനെ റീജിയൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ബൈനോമിയൽ സീരീസിന്റെ എക്സ്പാൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ബൈനോമിയൽ സീരീസിന്റെ എക്സ്പാൻഷൻസ് ആണ് ഈ രണ്ട് എക്സ്പാൻഷൻസ് നമുക്ക് ആവശ്യം വരും. ഓക്കെ അല്ലേ? ഇതും അതേപോലെ തന്നെയാണ്. പക്ഷേ അവിടുത്തെ ക്വസ്റ്റിനും ഇവിടുത്തെ ക്വസ്റ്റിനും നമ്മുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് മോഡ് സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്താ വന്നിരിക്കുന്നത്? മോഡുലസ് ഓഫ് Z-1. കണ്ടോ? മോഡുലസ് ഓഫ് Z-1. അപ്പോ Z-1 എന്ന് പറയുന്ന ടേമിനനുസരിച്ച് അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇതും അത് തന്നെയാണ്. ഏതാണ്? f of z is equal to 1/1 minus z². അതായത് a² minus b². എന്താ a² minus b²? a plus b into a minus b. അതായത് എനിക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 1 divided by 1 plus z into 1 minus z. ഓക്കെ, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആണ്. സോ ലോറൻസ് സീരീസ് എക്സ്പാൻഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ഈ ടേമിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ആ എയും ബിയും കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് 1 മൈനസ് z അല്ലെങ്കിൽ Z-1 എന്ന് പറയുന്ന ഫോമിനനുസരിച്ച് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെയും നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയായിരുന്നു? 1 plus x whole raised to minus 1 equal to 1 minus x plus x² minus x cube etc. അതേപോലെ 1 minus x the whole raised to minus 1 equal to 1 plus x plus x² etc. ഓക്കെ അല്ലേ? ഈ രീതിയിൽ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്ത് വേണം നമ്മുടെ ലോറൻസ് സീരീസിന്റെ കംപ്ലീറ്റ് എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ബേസിക്കലി നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഈ ഒരു ടേമിനെ ഓവറാൾ ഹോൾ ടേം ആയിട്ട് ഒരു ക്വാഡ്രാറ്റിക് ടേം ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ടേം ആക്കി മാറ്റുക. ആ ടേമിനെ മാറ്റിയിട്ട് അതിന് രണ്ടിനും റീജിയൻ ഓഫ് വാലിഡിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്, ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായും കൺഫ്യൂഷൻ ഒന്നും വരില്ല. ക്ലിയർ ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ ഇതേ രീതിയിലാണ് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരുന്നത്. സോ നമുക്കിവിടെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 2. നമ്മുടെ സിലബസിന്റെ ലാസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് കോണ്ടൂർ ഇന്റഗ്രേഷൻ. കോണ്ടൂർ ഇന്റഗ്രേഷൻ ഇൻ ദ റീജിയൻ ഓഫ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ. അതായത് അവിടെ കോസ് തീറ്റയുടെ ടേം വരാം, അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ ടേം വരാം. രണ്ടും കൂടെ ഒന്നിച്ച് വരാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരാം, ചിലപ്പോൾ രണ്ടും ഒന്നിച്ച് വേണമെങ്കിലും വരാം. സോ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഏത് രീതിയിൽ സോൾവ് ചെയ്യണമെന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്റഗ്രൽ 0 to 2π അത് അങ്ങനെ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. 0 to 2π അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കേസും വരാം. ഇന്റഗ്രൽ -π to +π. രണ്ടും ഒരേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ 0 to 2π വന്നാലും ഇന്റഗ്രൽ -π to +π എന്ന് വന്നാലും ചെയ്യേണ്ട കാര്യം എന്ത് തന്നെയാണ്? ഒരേ കാര്യം തന്നെയാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ജസ്റ്റ് ഈ തന്നിരിക്കുന്ന തീറ്റയുടെ ഫംഗ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാ ടേമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺവേർഷൻ ഉണ്ട്. ഏത് കൺവേർഷൻ? കോംപ്ലക്സ് ഫംഗ്ഷനുടെ ആയിട്ടുള്ള കോംപ്ലക്സ് ഫംഗ്ഷന്റെ വേരിയബിൾ ആയിട്ടുള്ള z എന്ന് പറയുന്ന ടേമിലേക്ക് ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം. അതിനെന്താണ് കൺവേർഷൻസ് യൂസ് ചെയ്യേണ്ടത്? അതിന് യൂസ് ചെയ്യേണ്ട ഫോർമുലാസ് എന്താണ്? അത് നമ്മൾ ഇവിടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പഠിക്കണം. ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്, ടോപ്പിക്കാണ്. ഓക്കെ, ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായും വരും. നമ്മൾ
നല്ലതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല. കാരണം സിംപ്ലിഫിക്കേഷൻസ് ഒത്തിരി ഉണ്ട്, എല്ലാം ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ മോഡ്യൂളിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും ലോങ് ആൻസർ ടൈപ്പാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ആ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈലർ സീരീസോ ലോറൻസ് സീരീസോ വരുന്നത് മാത്രമാണ്. ബാക്കി ടൈലർ സീരീസോ മൈക്ലോറിൻ സീരീസോ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ലോറൻസ് സീരീസ് വന്നാലും നമ്മുടെ ഈ കോണ്ടൂർ ഇന്റഗ്രേഷൻ വന്നാലും റെസിഡ്യൂവിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതും എല്ലാം ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും ടീറ്റയുടെ ഫംഗ്ഷൻ വരുന്നത്, സൈൻ ടീറ്റയോ കോസ് ടീറ്റയുടെ ഫംഗ്ഷൻ വരുന്നത് എല്ലാം ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് ടീറ്റയുടെ ഫംഗ്ഷനിൽ വന്നിരിക്കുന്ന സാധനത്തെ നമുക്ക് എന്തിന്റെ ഫംഗ്ഷനിലേക്ക് മാറ്റണം? ഇസഡിന്റെ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അത് ഒന്നുകിൽ -π to +π എന്നായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ 0 to 2π എന്നായിരിക്കും. -π to +π എന്നായിരിക്കും, അല്ല എങ്കിൽ 0 to 2π എന്ന് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ കൺവേർഷൻ ഫോർമുലാസ് എന്ന് പറയുന്നത് സൈൻ ടീറ്റയാണ് വരുന്നതെങ്കിൽ സൈൻ ടീറ്റയുടെ കൺവേർഷൻ എന്ന് പറയുന്നത് 1/2i × z - 1/z എന്നാണ്. സൈൻ ടീറ്റയാണ് വരുന്നതെങ്കിൽ 1/2i × z - 1/z എന്നാണ്. ഇതേ കാര്യം തന്നെ കോസ് ടീറ്റയാണ് വരുന്നതെങ്കിൽ, കോസ് ടീറ്റയുടെ ടേം ആണ് വരുന്നതെങ്കിൽ 1/2 × z + 1/z എന്നായിരിക്കും. ഓക്കെ, 1/2 × z + 1/z. അതേപോലെ തന്നെ പിന്നെ വരാൻ സാധ്യതയുള്ള ടേമാണ് ഡി ടീറ്റ. ഡി ടീറ്റയ്ക്കുള്ള കൺവേർഷൻ എന്ന് വെച്ചാൽ dz / iz. dz / iz. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇങ്ങനെ വന്നാൽ -π to +π 0 to 2π വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഇതൊരു ജനറൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കൺസെപ്റ്റ് ആണ്. ഇവിടെ എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന റീജിയൻ ഓഫ് വാലിഡിറ്റി അല്ലെങ്കിൽ റീജിയൻ എന്ന് പറയുന്നത് mod z = 1 എന്ന് പറയുന്ന റീജിയൻ ആണ്. mod z = 1 എന്ന് പറയുന്ന റീജിയൻ അനുസരിച്ചാണ് ഇവിടെ എല്ലായിടത്തും പോൾസ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? mod z = 1 എന്ന് പറയുന്നതാണ്. ഓക്കെ അല്ലേ? സോ അത്രയും വെച്ചുകൊണ്ട് നമുക്കത് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ ക്വസ്റ്റ്യനില്. ഇപ്പോ -π to +π വന്നാലും 0 to 2π വന്നാലും ഓക്കെ, ഇതെല്ലാം സ്ട്രക്ചർ സെയിം ആണ്. ഇനി വേറൊരു രീതിയിലും വേണമെങ്കിൽ വരാം. ഇപ്പോ 0 to π എന്ന് വരാം, 0 to π എന്ന് വരാം. സാധാരണ വരുന്നത് ഞാൻ പറഞ്ഞു -π to +π അല്ലെങ്കിൽ 0 to 2π. ഇവിടെ സപ്പോസ് 0 to π എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1/2 × 0 to 2π. കാര്യം 0 to π എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ആദ്യം എന്താക്കി മാറ്റണം? ഈ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റണം, 1/2 × 0 to 2π. അങ്ങനെ ആക്കിയതിന് ശേഷം വേണം കോണ്ടൂർ ഇന്റഗ്രേഷനിലേക്ക് പോകാൻ. കാരണം കോണ്ടൂർ ഇന്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 0 to 2π റീജിയൻ അനുസരിച്ചാണ് നമുക്ക് ഈ കൺവേർഷൻസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. dθ = dz / iz എന്ന റൂൾ അനുസരിച്ച്. ഓക്കെ അല്ലേ? സോ അതേപോലെ തന്നെ 1/2 0 to 2π. കാരണം എന്താണ്? 0 to π എന്ന് പറയുന്നത് എന്താണ്? സെമി സർക്കിൾ ആണ്. 0 to π 0 to 2π ആകുമ്പോഴേ ഫുൾ സർക്കിൾ ആവുകയുള്ളൂ. അതായത് 0 to πയുടെ എക്സാക്ട് ഡബിൾ ആണ് 0 to 2π. അല്ലെങ്കിൽ 0 to π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 2π എന്ന് പറയുന്ന ആ റീജിയന്റെ എക്സാക്ട് എന്താ വരുന്നത്? ഹാഫ് ആണ് വരുന്നത്. സോ ആ രീതിയിലാണ് നമുക്ക് അവിടെ എന്ത് വേണ്ടി വരുന്നത്? ഇന്റഗ്രേഷനും ഇന്റഗ്രേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ഇന്റഗ്രേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നിരിക്കുന്നത് ഏത് ഫംഗ്ഷനിലായിരിക്കും? ടീറ്റയുടെ ഫംഗ്ഷനിലാണെങ്കിൽ അതിനെ തിരിച്ച് ഏത് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇസഡിന്റെ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന്റെ കൺവേർഷൻ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പിന്നെ ബാക്കി അതിനെ ഫർദറായിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. ആ രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫുൾ ഈ മോഡ്യൂളിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ റെസിഡ്യൂസിന്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. സിമ്പിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കുറച്ച് നമ്മൾ ലെങ്തി ആണ് ബട്ട് സിമ്പിൾ ആണ്. അത് കൂടുതൽ ചെയ്തു നോക്കുമ്പോൾ സമയത്ത് മാത്രമേ നമുക്കത് ക്ലിയർ ആവുകയുള്ളൂ. എന്തായാലും ഇതിന്റെ ക്ലാസ്സസിന്റെ ഡീറ്റെയിൽഡ് അവൈലബിൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസും ഡീറ്റെയിൽ ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദിയർ എക്സാംസ്. താങ്ക് യു.